പൊട്ടിപ്പൊളിഞ്ഞ ഗർത്തങ്ങൾ രൂപപ്പെട്ട ഒരു റോഡുണ്ട് കൽപ്പറ്റ നഗരത്തിൽ. മഴയെത്തിയതോടെ വെള്ളക്കെട്ട് രൂപപ്പെട്ട ചെളിക്കുളമായ ചുഴലി റോഡിൽ ദുരിതയാത്രയാണ് നാട്ടുകാർക്ക്. നിരവധി പരാതികൾ നൽകി, പക്ഷേ അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. റോഡിൽ ഫുട്ബോൾ കളിച്ച് ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ് നാട്ടുകാർ. ദീപക് മോഹൻ നമുക്കൊപ്പം. ദീപക് മോഹൻ, ചെളിയായി കുളമായി പറഞ്ഞിട്ട് ഒരു വഴിയുമില്ല. അങ്ങനെ കിടക്കുമ്പോൾ പിന്നെ പ്രതിഷേധിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകുമല്ലേ? എന്താണ് അവിടുത്തെ കാഴ്ച ദീപക്? വെരി ഗുഡ് ഈവനിങ് സുജയ പാർവതി. റോഡുണ്ടോ എന്ന് ചോദിച്ചാൽ റോഡുണ്ട്, പക്ഷേ അതൊരു പേരിന് മാത്രം. കൽപ്പറ്റ ചുഴലി റോഡിൻ്റെ അവസ്ഥയെ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ കൽപ്പറ്റ നഗരത്തിനടുത്ത് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ 20-ാം ഡിവിഷനിൽ ഉൾപ്പെട്ട റോഡാണിത്. KSRTCയുടെ ഗ്യാരേജുണ്ട്, ലീഗൽ മെട്രോളജിയുടെ ഓഫീസുണ്ട്, അതുപോലെ തന്നെ ബിൽമയുടെ ഡയറി ഫാമിലേക്കൊക്കെ പോകുന്ന പ്രധാന റോഡാണിത്. നാളുകളേറെയായി പ്രദേശവാസികൾ നിരവധി തവണ ഈ റോഡൊന്ന് നന്നാക്കണമെന്ന് അധികൃതരോട് പറഞ്ഞു, പക്ഷെ അവരാരും തന്നെ അതിന് തയ്യാറായില്ല. പൊടിയായി കഴിഞ്ഞാൽ പൊടി ശല്യം രൂക്ഷമാണ്. അതേപോലെ മഴ പെയ്തു കഴിഞ്ഞാൽ കുഴികളൊക്കെ കുളങ്ങളാവുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെയുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നിരവധി തവണ അവർ പ്രതിഷേധവുമായി അധികൃതരുടെ മുൻപിലെത്തി. ഇതുമായി ബന്ധപ്പെട്ട് റോഡ് നന്നാക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് മുനിസിപ്പാലിറ്റിയോട് പറഞ്ഞു. പക്ഷേ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നോ ബന്ധപ്പെട്ട അധികൃതരുടെ അടുത്തു നിന്നോ ഒന്നും തന്നെ ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. അതിൽ പ്രതിഷേധിച്ചാണ് പ്രദേശവാസികൾ ഇന്നിപ്പോൾ റോഡിൽ ഫുട്ബോൾ കളിച്ച് പ്രതിഷേധിക്കുന്നത്. നേരത്തെ ഈ റോഡിൽ വലിയ കുഴികളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ മഴ പെയ്തതോടുകൂടി ആ കുഴികളെല്ലാം തന്നെ വലിയ കുളങ്ങളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. നിരവധി തവണ പ്രദേശവാസികൾ പറഞ്ഞിരുന്നു, പക്ഷേ അത് ഉണ്ടായില്ല. എല്ലാ ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞതോടുകൂടി റോഡിലൂടെ നടന്നു പോകാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമായി. കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിൽ നിന്ന് റോഡിലേക്ക് പ്രവേശിക്കുന്ന ഇടം മുതൽ തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രദേശവാസികളായിട്ടുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ തേടേണ്ടതുണ്ട്. അതാ നമ്മളോടൊപ്പം. എന്താണ് സ്ഥിതി? റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഞങ്ങൾ ഇത്ര കാലമായിട്ട് ഈ റോഡിന് വേണ്ടി മിൽമ, അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയൊക്കെ സമീപിച്ചു. അവരൊക്കെ ഒരു ഇതിന് നമ്മളെ പറയുന്നത് തിരസ്കരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. റോഡ് ഇത്ര മോശമാണ്. ഒരുപാട് ആളുകൾ, മണിക്കൂറുകൾ, ഒരുപാട് വാഹനങ്ങൾ പോകുന്ന റോഡാണ്. അവിടെ ഇതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടാകും. സുജയ, 4 വർഷമായി ഈ റോഡിന്റെ സാഹചര്യം ഇങ്ങനെയാണ്. ആദിവാസി ഉന്നതികളിലേക്ക് അടക്കം ഇങ്ങനെയുള്ള റോഡുണ്ട്. ഈ മേഖലയിലാണ് ഇത്തരത്തിൽ വലിയ ഒരു പ്രശ്നം പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അഭിമുഖീകരിക്കുന്നത്. നമുക്ക് കാണാം, നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകൾ ഈ കുഴികളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. ജോലിക്ക് പോകുന്ന ഫുട്ബോൾ കളിച്ച് അവർ മുന്നോട്ട് പോവുകയാണ്. ഈ ഫുട്ബോൾ കളി കണ്ടിട്ടെങ്കിലും ആളുകൾക്ക് ഒരു മനമാറ്റം അധികൃതർക്ക് ഉണ്ടാകുമോ എന്നതാണ് നമുക്ക് അറിയേണ്ടത്.